ഹലോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് നമ്മുടെ പള്ളിപ്പുറത്തുനിന്ന് തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ. ഇതുവരെ ഒന്നല്ലെങ്കിൽ ഡാഡി വരും, അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും കൊണ്ടുവന്നാക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഊബറിൽ പോവാണ്. അല്ലേ വച്ചു? അപ്പോൾ ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഉമ്മയാണ് കേട്ടോ പാച്ചു തന്നത്. ഞങ്ങളിതാ യാത്ര തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊബറിലാണ് പോകുന്നത്. പാച്ചുവിനെ ഉറക്കത്തിൽ നിന്നാണ് ഞാൻ പിടിച്ച് കയറ്റിയത്. അപ്പോൾ അവനുള്ള പാലും സ്നാക്സും ജ്യൂസും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ കയറിയതും അവൻ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് അതൊക്കെ കഴിച്ച് ഇങ്ങനെ കൂളായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, ആരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നാണ് പോകാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ പറഞ്ഞതും വേഗം 10 മിനിറ്റ് കൊണ്ട് ഡ്രസ്സ് മാറി ഞങ്ങൾ ഇറങ്ങാനുണ്ടായത്. അപ്പോൾ വീട്ടിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മമ്മി അവിടെ പാർലറിലേക്ക് പോയേക്കാണ്. അപ്പോൾ ഡാഡി ബാക്കി എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സർപ്രൈസ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരാളോടും ഞാൻ പറയാൻ നിന്നിട്ടില്ല. അവരാർക്കും ഞാൻ വരുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഡാഡീനെ വിളിക്കും, അല്ലെങ്കിൽ ചേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ട് വിളിക്കുകയൊക്കെയാണ് പതിവ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഡ്രൈവറെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാക്കുമ്പോഴാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാണ്ട് ഇന്ന് വരെ ഞാൻ അങ്ങനെ പോവാറൊന്നുമില്ല. അപ്പോൾ ആർക്കും ഞാൻ വരും എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൺ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പാർലറിലേക്കാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മണ്ണുത്തി സിഗ്നൽ തിരിഞ്ഞത് നമ്മൾ പൂച്ചട്ടിയിലേക്ക് കിടക്കുകയാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ആ വളവ് തിരിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാഡോസ് കഴിഞ്ഞ് ഇത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ മമ്മീനെ കുറച്ച് മുമ്പ് വിളിച്ച് എവിടെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കൊറിയർ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പാർലറിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാ പാശു മുന്നിലേക്ക് പോയി. അപ്പോൾ ഞാൻ അവനെ ആദ്യം കയറ്റി വിടാം എന്ന് വിചാരിച്ചിട്ട് അവനെ ഫ്രണ്ടിലേക്ക് വിട്ടു. പാച്ചു ആകെ നോക്കണത് എന്താ സംഭവം എന്ന് അവന് മനസ്സിലായിട്ടില്ല കേട്ടോ എന്താണെന്നുള്ളത്. അതെ, ഞാനും മെഡിച്ച് അവന് സർപ്രൈസായി ഒറ്റ മമ്മിക്ക്. എന്താ സ്നേഹം. ഈ സർപ്രൈസ് എന്തായാലും നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടോ. കാരണം യാതൊരു പ്രതീക്ഷയില്ലാത്ത സമയത്താണ് ഞാനിങ്ങനെ തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അങ്ങനെ മിനി ചേച്ചിയോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളത് ഇറങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ ഡാഡി മമ്മീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മീനെ പിക്ക് ചെയ്യാൻ കൊണ്ടുവരാനായിട്ട് കാറ് വരെ അകത്ത് കയറ്റാണ്ട് എപ്പോൾ വിളിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു എൻട്രി. ചേട്ടാ ചേട്ടാ, അപ്പാപ്പ, അമ്മ, അമ്മാമ്മ ഒക്കെ വിളിച്ച് ഭയങ്കര സന്തോഷത്തിൽ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ പാച്ചു. തോമും അതിനേക്കാൾ സന്തോഷമായി. എനിക്ക് ഇവരുടെ ഈ കെട്ടിപ്പിടുത്തവും സന്തോഷമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രൈവർ മനുച്ചേട്ടൻ യാത്ര പറഞ്ഞു പോയി. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ ഒരു കളിയും ബഹളമായിരുന്നു. കുറച്ച് ദിവസമായല്ലോ 2 പേരും ഒന്നിച്ചിട്ട്. അപ്പം അതിൻ്റെ ഒരു ആവേശത്തിലാണ് 2 പേരും. മതി മതി മതി. പ്ലീസ് ചേട്ടാ ചിക്കൻ എന്ന് പറയും. വേഗം തരാൻ പറയും പ്ലീസ് എന്ന് പറയും. വരുന്ന വഴിക്ക് ഒന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് നമ്മുടെ ഹോട്ടോ വെനസ്ഡേ ഓഫർ ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പേർക്കും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ 2 ആളും മത്സരിച്ചിരുന്ന് അതിൽ നിന്ന് ഇപ്പം തന്നെ പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേക്ക് കിടക്കാനായിട്ട് റൂമിലേക്ക് വന്നു. ഞങ്ങളുടെ തൃശ്ശൂർ എത്തിയിട്ടോ, ഭയങ്കര സന്തോഷമാണ്. തൃശ്ശൂർ സത്യം പറഞ്ഞാൽ ആ നടത്തറ സിഗ്നൽ കടക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു ആത്മനിർവൃതിയാണ്, ഭയങ്കര സന്തോഷമാണ്. ഒന്ന് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ, പിന്നെ ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ തന്നെ വെച്ച ലിമിറ്റേഷൻസ് ഓരോന്നായിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലും ഒരു സന്തോഷമുണ്ട്. അപ്പം പെട്ടെന്ന് വന്നൊരു വരവാണ്. ഒരുപാട് മുമ്പ് ഇന്ന് വരണം എന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വരുന്നതിൻ്റെ ഒരു 30 മിനിറ്റ് മുമ്പാണ് എന്നാൽ ശരി ഇപ്പം തന്നെ പോയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പം മുമ്പെന്ന് പറഞ്ഞാൽ അയ്യോ ഇപ്പോൾ പോകണമെങ്കിൽ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ആരെ വിളിക്കും, ഡ്രൈവർ ഇല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ചിന്തിക്കും. ഒറ്റയ്ക്ക് പോകാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ എല്ലാ എനിക്ക് ഞാൻ തന്നെ വെച്ചിരുന്ന ഒരുപാട് ലിമിറ്റേഷൻസൊക്കെ ബ്രേക്ക് ചെയ്ത് ഒറ്റയ്ക്ക് എന്താ പോയാൽ കുഴപ്പം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തി. അത് ശരിക്കും ഇപ്പോഴാണ് ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക, ഒരു ഫ്രീഡവും സന്തോഷവും ആ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഞാൻ അനുഭവിക്കുന്നത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ വളരെ 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടു. ഇതിപ്പോൾ ഒറ്റയ്ക്ക് പോകണേൽ ഇപ്പോൾ ഇതെന്താ അത്ര പുതുമ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ എന്നുള്ളത്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. അങ്ങനെ അല്ലാത്ത എന്നെപ്പോലെയുള്ള കുറച്ച് പേരുണ്ട് എല്ലാത്തിനും ഒറ്റയ്ക്ക് പോവാൻ അറിയാത്ത, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഓരോന്ന് തന്നെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു സംഭവം ചെയ്തു കഴിഞ്ഞൊരു പ്രതീതിയാണ്. പിന്നെ ഇത്തവണ വന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ വെറുതെ നീട്ടിയിരുന്ന് റെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളതല്ല. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ സംബന്ധമായിട്ടും പ്രൊമോഷൻസും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ പാച്ചുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒരു മിനിറ്റ് ചെയ്ത് അവനെയും കുറച്ച് കാര്യങ്ങളിൽ സെറ്റിൽ ചെയ്യാനുണ്ട്. പിന്നെ പാച്ചു ഒരു ടോയ് ഓൺ ചെയ്തതാണ് കേട്ടോ. പിന്നെ 18-ാം തീയതി തൊട്ട് നമ്മുടെ പനക്കൽ തറവാട്ടിലെ കല്യാണ സീസൺ തുടങ്ങുകയാണ്. അതായത് ഞങ്ങൾ 2 കസിൻസിൻ്റെ ഒന്ന് പപ്പയുടെ സിസ്റ്ററിൻ്റെ മോളുടെ കല്യാണം, പിന്നെ ഒന്ന് പപ്പയുടെ അനിയൻ്റെ മോൻ്റെ കല്യാണം. അങ്ങനെ തറവാട്ടിലെ 2 വലിയ കല്യാണങ്ങൾ നടക്കുകയാണ്. അപ്പം മൊത്തം 8-9 ഫങ്ഷൻസാണ് ഈ 2 കല്യാണങ്ങളും കൂടിയിട്ട് ഉള്ളത്. അപ്പം ഇതിനൊക്കെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എനിക്കും പാച്ചുവിനും ഉള്ളത്. ആൻസൺ ചേട്ടൻ ആദ്യത്തെ കല്യാണങ്ങൾക്കും ഫങ്ഷൻസിനും ഉണ്ടാവില്ല, സെക്കൻഡ് വീക്ക് തൊട്ടുള്ളതിനെ ഉണ്ടാവുള്ളൂ. അപ്പം അതിനും ആൻസൺ ചേട്ടൻ്റെ ഡ്രസ്സുകളും ഒക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ ആൻസൺ ചേട്ടൻ കല്യാണത്തിൻ്റെ സമയത്തേ വരുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളും പിന്നെ അല്ലാണ്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ തീർക്കാനുണ്ട്. അപ്പം ഇത് പറയുമ്പം പലരും തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അതിനും ക്രിട്ടിസൈസ് ചെയ്യാൻ കുറച്ച് പേരുണ്ടാവും. അവിടെ നിൽക്കാൻ വയ്യാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണല്ലേ, അങ്ങനെയും ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരുടെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നിട്ടാണ് നമുക്കത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സുകളാണ്. അപ്പം അത് ഈ കാര്യങ്ങളൊന്നും അറിയാണ്ട് പുറമേ നിന്നുള്ള ഒരാൾ ജഡ്ജ് ചെയ്ത് പറയുന്നതിൽ ഒരു പ്രത്യേകിച്ചൊരു ബേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേ പാച്ചുവിന് ദേഷ്യം വന്നു തുടങ്ങി. ഈ ഒരു ടോയ് അത് അവൻ്റെ അടുത്ത് ഒരു ഫേവറേറ്റ് ടോയാണ്. അപ്പം ഇത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാശി പിടിക്കുന്നത്. അപ്പം ഞാനിനി അവനെ ഒന്ന് സെറ്റിലാക്കട്ടെ. അപ്പോൾ ശരി, ഞാൻ വേഗം ഉറങ്ങാൻ പോവാട്ടോ. പാച്ചുവിൻ്റെ ക്ഷമയൊക്കെ കിട്ടു. അപ്പോൾ ഡാഡിക്കും മമ്മിക്കും എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു. ഞാൻ വന്നതിലൊരു സർപ്രൈസും പിന്നെ ഞാൻ തന്നെ വണ്ടി കയറി പോകുന്നതിൻ്റെ ഒരു സന്തോഷവും സർപ്രൈസും ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. ഈ പറഞ്ഞ പോലെ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. 30 മിനിറ്റ് മുമ്പാണ് എന്താ ശരി പോകാം എന്ന് തീരുമാനമായത്. അപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല നടക്കുക. പക്ഷെ അത് നല്ല എന്താ പറയുക, നല്ലൊരു രീതിയിൽ അത് ഈ ഒരു ദിവസം എൻഡ് ചെയ്യാനും പറ്റി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.